വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഒരു പെസഹ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പെസഹ എപ്പിസോഡിന് എൻ്റെ കൂടെ ഒരുപാട് പേരുന്നില്ല, ഞാനും നമ്മുടെ വീരപ്പനും ഗുഡപ്പനും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു പെസാപ്പം മുറിക്കാൻ പോവാം. ഞാൻ വൈനുണ്ട്, ബേബിക്ക് വൈൻ കുടിക്കാൻ പറ്റുമോ? തണുക്കില്ലേ വൈൻ കുപ്പി? തൊട്ടാക്കിയ കുപ്പി വൈൻ കുപ്പി തണുക്കൂലോ? അയ്യോ ബേബിക്ക് പറ്റില്ലല്ലോ. അപ്പം വേണം നമുക്ക് പെസാപ്പം മുറിക്കാം. കറിയുണ്ട് ഒരു പിടിയെ കരച്ചിലൊന്ന് മാറ്റിട്ട് കൊണ്ടേ. കരച്ചിൽ മാറി നമ്മൾ പെസാപ്പം മുറിക്കാൻ പോവാ. അപ്പനെന്ന് പറഞ്ഞ് തിരക്കുള്ള ദിവസം. അപ്പോൾ പെസാപ്പം ഇന്ന് മുറിക്കാനായിട്ട് ഞാനും വീരപ്പനും പിന്നെ ഗുണ്ടപ്പനും മാത്രമേ ഉള്ളൂ. ഗുണ്ടപ്പൻ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പം മുറിച്ച് കിട്ടുമ്പോൾ വൈൻ വേണോ? വൈൻ ബേബിക്കല്ല, വൈൻ അമ്മയ്ക്ക്. ഓക്കെ, അപ്പം നമ്മൾ മുറിക്കാൻ പോവാ. എടുത്ത് നമുക്ക് അപ്പം ഉണ്ട്, ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. മേ ബി നെക്സ്റ്റ് ഇയറിലെങ്കിലും ഐ ഷുഡ് സ്റ്റാർട്ട് ബേക്കിംഗ്. എനിക്കറിയാം, കാരണം നമ്മുടെ ബേബിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി തിന്നാനായിട്ട്. തിന്നാക്കി ഫുള്ളെടുത്ത് വയലിടണ്ട. ബേബി അധികം സോളിഡ് ഫുഡും, ബേബിക്ക് നമ്മൾ സോളിഡ് ഫുഡൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഫസ്റ്റ് സോളിഡ് ഫുഡ് നമ്മൾ ചെറിയൊരു എങ്ങനെയുണ്ട് അപ്പം മുറിച്ചിട്ട് ഇഷ്ടപ്പെട്ട? ഈ ഒരു ടേസ്റ്റ് ഇല്ല അല്ലേ? എങ്ങനെയുണ്ട്? അമ്മയുടെ പാലാണോ ബേട്ട? അമ്മയുടെ പാലിൻ്റെ രക്ഷയുണ്ടോ? ഇത് നോക്കി അയ്യോ പിച്ചെടുത്തു. അത്ര വലിയ പീസ് എടുക്കല്ലേ? അമ്മ തരാം, ചെറിയ പീസ് തരാം. എങ്ങനെയുണ്ട്? ഞാൻ അമ്മയ്ക്കൊരു കഷ്ണം എന്താ? അമ്മയ്ക്ക് ആരെ തരാം? എങ്ങനെ അമ്മയ്ക്കോ? അവന് ഇഷ്ടപ്പെട്ടു കേട്ടാ. ഞാൻ അവന് കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള സിർലാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ബേബിക്ക് വേഗം തന്നെ സോളിഡ് ഫുഡൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ദുഃഖവെള്ളിയൊക്കെ ഞങ്ങൾ വിഷ് ചെയ്യുന്നു കേട്ടോ ഞങ്ങളുടെ സൈഡിൽ നിന്ന്. രാവിലെ ഞങ്ങൾ ചെറായുടെ അടുത്തുള്ള റിസോർട്ടിൽ പോയി. ഇത് ശരിക്കും നല്ല ബ്യൂട്ടിഫുള്ളായ റിസോർട്ടാണ്. ഇവർക്ക് ഇവരുടേതായ പ്രൈവറ്റ് ബീച്ച് എല്ലാം ഉണ്ട്. അപ്പോൾ കഫേയുടെ അടുത്ത് പ്രൈവറ്റ് ബീച്ച് ഉണ്ടാകുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അവിടെ ഇറങ്ങാം. ആൻഡ് ബേബിക്കും കടലൊക്കെ ഭയങ്കര ഇഷ്ടം. ഹിന്ദി നമ്മൾ ചെറുതായിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ബേബിയും കുറച്ച് നേരം നല്ലോണം ചില്ല് ചെയ്തു. നിങ്ങൾക്ക് ബേക്കുന്നുണ്ടല്ലോ ഫുഡ് വന്നിടും. ബാംഗ്ലൂരിൽ നമ്മൾ എറണാകുളത്തേക്ക് മാറുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ബീച്ചിൽ പോകണം, എൻജോയ് ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷേ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ആ ബീച്ചിൽ പോകണം അങ്ങനത്തെ പ്ലാനുകളൊക്കെ കുറച്ച് ഡ്രോപ്പ് ആക്കേണ്ടതായിട്ട് വന്നു. കാരണം ബേബീനും കൊണ്ടിട്ട് എപ്പോഴും അന്ന് വയറ്റിലിരുന്ന ബേബി, അപ്പോൾ ട്രാവലിംഗ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ ബേബി പുറത്ത് വന്നതിന് ശേഷം നമ്മൾ വളരെ കുഞ്ഞാണെങ്കിലും അവനെ കൊണ്ടിട്ട് ഇറങ്ങാൻ തുടങ്ങി. അവൻ നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് അവനും അക്കസ്റ്റംഡ് ആവണം. എനിക്ക് തോന്നുന്നു മിക്കവാറും അമ്മമാർക്ക് ആഫ്റ്റർ ഡെലിവറി ഒരു കൈൻഡ് ഓഫ് ഒരു മോഡിനസ് ഉണ്ടാവും തോന്നുന്നു. എനിക്ക് എൻ്റെ വിഷമം ഷെയർ ചെയ്തപ്പോൾ പലരും എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ അവൻ 5 മാസമായിട്ടാണ്. ഇതോടെ 5 മാസത്തിൻ്റെ ബർത്ത്ഡേ ഒരു നമ്മൾ സെലിബ്രേഷൻ പോലെ ആക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ പോയതായിരുന്നു. ഈ കേക്ക് അവൻ്റെ വല്യമ്മ ഉണ്ടാക്കി കൊടുത്തയച്ചതാണ്, അശ്വിൻ്റെ വല്യമ്മ ഉണ്ടാക്കി കൊടുത്തയച്ച കേക്ക്. ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. നല്ല കേക്കായിരുന്നു. അവർ നല്ലപോലെ കേക്കെല്ലാം ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള ആളാണ് കേട്ടോ അവൻ്റെ വല്യമ്മയ്ക്കും. പക്ഷെ എനിക്ക് കേക്കൊന്നും ഉണ്ടാക്കാൻ അത്ര വലിയ കഴിവൊന്നുമില്ല. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നമ്മൾ ബേബീനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഉപ്പ് കാറ്റൊക്കെ കൊണ്ടുവരല്ലേ ബേബീന്ന്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ വിചാരിച്ചു ശരിക്കും ബേബീനെ നമുക്ക് കുറച്ച് ഓയിലൊക്കെ ഇട്ട് കുളിപ്പിക്കാമെന്ന്. 50 ഡേയ്സ് ഉള്ളപ്പോഴും പിന്നെ അതുപോലെ 100 ഡേയ്സ് ഉള്ളപ്പോഴും ഞാൻ ഓയിലിടുന്ന വീഡിയോ പിറ്റുകളുണ്ട്. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അന്ന് അവൻ കുഞ്ഞു മെലിഞ്ഞ് ബേബിയായിരുന്നു. ഇപ്പോഴും വലിയ തടിയൊന്നുമില്ല, പക്ഷെ ഇപ്പോൾ കുറച്ച് തടി വന്ന് തുടങ്ങി. അല്ല ബേബി? ഈ നാക്കിടൊക്കെ ക്യാമറയിലേക്ക് എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ കൈ കുറച്ചുകൂടി കയറ്റണം വയലേക്ക്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം നമുക്ക്.
ബേബിയുടെ തലയിൽ അങ്ങനെ നമ്മൾ ഒരുപാട് ഓയിലൊന്നും തേക്കാറില്ല. അങ്ങനത്തെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ ബേബി. വേണ്ടേ തേക്കണ്ടേ നമുക്ക്? എന്തേ എന്തോ ഇൻട്രോ ഇപ്പൊ പറഞ്ഞോ ഇൻട്രോ പറഞ്ഞോ. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ ചേച്ചിയില്ലാത്ത ദിവസം, അപ്പോൾ നമുക്ക് നമ്മൾ ഇഷ്ടപ്രകാരം സമയം എടുത്തിട്ട് കുളിച്ചിട്ട് വരാം. അല്ലേ ബേബി? അല്ലേ? നമ്മൾ എന്നും അങ്ങനെ ഓയിൽ തേക്കാറില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഓയിൽ തേക്കും. കൈപ്പൊക്കി നോക്കട്ടെ. കൈപ്പൊക്കി നമുക്ക് കിക്കിളിയാവോ? ആനന്ദത്തേരിമ്പത്തേരിഞ്ഞാലേ മാനത്തോടത്തെന്ന് ചോദിച്ചോട്ടെ, ഓലത്തത്തെ മലകപ്പൂ കുഞ്ഞി ചോദിച്ചോട്ടെ, ഏതു ദേശമാകിലും ഏതു ദേശമാകിലും ഓർത്തിലേനും നീ ഓലത്തുമ്പത്തിരുന്നു ഏലാടും ചെല്ലപ്പങ്കിലി. വെള്ളം കോരി കുളിപ്പിച്ച് കിന്നരിച്ചോ മനി ചെയ്യാ, എന്നെ മാറിപ്പളുങ്കിപ്പം രാജപ്പൂ മുറ്റോയി പോയിടി. പുള്ളി നാനേ വരുവേ കണ്ണ് കണ്ടേ വരുവേ പിള്ളദോഷം അറിഞ്ഞു മുമ്പനായി വളർന്നു കേമനാകിലും ഏതു വേഷമാകിലും ഇത് ബേബിയുടെ നമ്മുടെ ഇങ്ങോട്ട് ഒരു ചില്ലിങ് ടൈമാ. ചിഞ്ഞപ്പോ കേറുന്നില്ലേടാ? ഇതാണ് എൻ്റെ ഡിന്നർ ഇന്നത്തെ. ബീട്രൂട്ട് ഉണ്ട്, ഉരുളൻകിഴങ്ങിൻ്റെ കൂടെ ചിക്കൻ ഉണ്ട്. ബട്ട് ഐ ഡിഡ്ന്റ് ടേക്ക് ദാറ്റ് ചിക്കൻ. ഞാൻ ഫ്രൈഡ് ചിക്കൻ ഇട്ടു. ഇത് മീനിൻ്റെ പെരിഞ്ഞീന്ന് ഇട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. സോ ഇറ്റ്സ് ഡിന്നർ ടൈം. അമ്മ എഡിറ്റ് ചെയ്യാം. ഹലോ ഹലോ ചീത്താ പെരുന്നേ. എൻ്റെ സെൽഫ് സെക്ഷൻ ശരിക്കും പറയാൻ നീന്താൻ പഠിച്ചു. അതായത് മനസ്സിലാക്കി നല്ലോണം ഈസി ആയിട്ട് നീന്താൻ പഠിച്ചു. കുറ്റം പഠിച്ചില്ല. And to make it harsher and make it even more lethal in Ukraine, which was a heart of the Soviet Union. Stalin, from the very beginning of his rule, particularly feared the Ukrainians. Ukrainians had tried, peasants, sometimes police forces in Ukraine would go into somebody's house and take food out of the oven so that people would have nothing to eat. In the winter of 1932, the borders of Ukraine were sealed, people were unable to leave the republic, and they were unable to travel and get food anywhere else. എങ്ങനെയാടെ ബുക്ക് വായിക്കുന്നത്? നിന്റെ തന്നെ വീഡിയോ കാണാ നീ? അമ്മയുടെ നിന്റെ തന്നെ വീഡിയോ കാണാ? എന്റെ കുട്ടിപ്പോ അപ്പിയൊന്നും ഇട്ടിട്ടില്ലല്ലോ. ബേബി എവിടേക്ക് ടാറ്റ പോവാൻ ഡ്രസ്സ് മാറ്റി ബേബി. നമുക്ക് ഇത് മാറ്റിയിട്ട് ഈ ഡയപ്പർ ഇടാം. ഇത് നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ട് പോവാം. അത് ഡയപ്പർ മാറ്റിട്ടേ കാണിച്ചേ. ബേബി ഡയപ്പർ മാറ്റി നമ്മൾ പാൻറ് ഇടാൻ പോവാ. താടാ പാൻറ് ഇട്ട് തരാം. അങ്ങനെ ഇനി നമുക്ക് ഡ്രസ്സ് ഇട്ടാലോ? നമ്മുടെ ചേട്ടന്മാർ ഗിഫ്റ്റ് തന്നെ ഉടുപ്പല്ലേ, വായിലിടാനല്ലടാ അമ്മ ഇട്ട്.
നല്ല ഭംഗിയായല്ലോ ഉടുപ്പിട്ടിട്ട്. ഷോർട്ട് ഇട്ടിട്ട് നല്ല ഭംഗിയല്ലോ. സെറ്റ് ഇട്ടിട്ട് സെറ്റൊക്കെ ഇട്ടിട്ട് എവിടേക്ക് പോണേ? ബോക്കി ഉണ്ടല്ലോ സെറ്റുമേ. പാൻറ് ഇടാന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ പാൻറ് ഇട്ടില്ലെങ്കിൽ ഇന്ന് കുഞ്ഞോപ്പിന് ഒരു ഭംഗിയല്ലോ. കുഞ്ഞോപ്പം നമുക്ക് പാൻറ് ഇട്ടിട്ട് പോകും. ഒരു കുത്തിയും അല്ലെങ്കിൽ കാല് മുഴുവൻ എക്സ്പോസ്ഡ് ആയിട്ട് നടക്കേണ്ടി വരും. ഓക്കെ കുഞ്ഞപ്പി, ഞാൻ ഡിഷ് മാറട്ടെ.